ഇതുപോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുനൂത്ത് ചൊല്ലണം. കുനൂത്തിനെ കുറിച്ച് ഒരുപാട് വിവരണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ പ്രസിദ്ധമായത് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് വഖിനി ശർറ മാ ഖളൈത് ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഉസ്സു മൻ ആദൈത് തബാറക്ത റബ്ബനാ വതആലൈത് ഫലകൽ ഹംദു അലാ മാ ഖളൈത് അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതാണ് കുനൂത്ത്. ഈ കുനൂത്ത് ഇമാമിന്റെ ഓത്ത് കേൾക്കുന്ന മഅ്മൂമാണെങ്കിൽ അയാൾ കുനൂത്തിന്റെ പ്രാർത്ഥനാ വചനങ്ങൾക്ക് ഉറക്കെ ആമീൻ ചൊല്ലണം. പ്രാർത്ഥനാ വചനങ്ങൾക്ക് ആമീൻ ചൊല്ലുക ഇമാമിന്റെ കൂടെ. ഇവൻ കുനൂത്ത് ചൊല്ലുന്നതിന് പകരം കുനൂത്തിലെ പ്രാർത്ഥനാ വചനങ്ങൾക്ക് ആമീൻ ചൊല്ലുക. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലാഹുവേ നീ നിർമാർഗത്തിൽ ചേർത്തവരുടെ കൂട്ടത്തിൽ എന്നെയും നിർമാർഗിയാക്കണേ. വഅഫിനി ഫീമൻ ആഫൈത്, പടച്ചവനെ നീ സൗഖ്യം നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും നീ സൗഖ്യം നൽകണേ തമ്പുരാനെ. വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ സഹായ സംരക്ഷണം നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും നൽകണേ തമ്പുരാനെ. വബാരിക് ലീ ഫീമാ അഅതൈത്, നീ എനിക്ക് നൽകിയതിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. വഖിനി ശർറ മാ ഖളൈത്, നീ വിധിച്ചതിൽ നാശത്തിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഫഇന്നക തഖ്ളി, നീ വിധിക്കുന്നവനാണ്. വലാ യുഖ്ളാ അലൈക, നിന്റെ മേൽ വിധിക്കപ്പെടുകയില്ല. ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത, നീ ഏറ്റെടുത്ത ഒരാൾ ഒരിക്കലും നിന്ദ്യനാകയില്ല. വലാ യഉസ്സു മൻ ആദൈത, നിന്നോട് ശത്രുത പുലർത്തിയ ഒരാൾ ഒരിക്കലും യോഗ്യനാവുകയില്ല. തബാറക്ത റബ്ബനാ വതആലൈത്, ഞങ്ങൾ തമ്പുരാനെ നീ നന്മ വർദ്ധിച്ചവനും ഉന്നതനുമാകുന്നു. ഫലകൽ ഹംദു അലാ മാ ഖളൈത, നീ വിധിച്ചതിന്റെ മേൽ നിനക്കാണ് സർവസ്തുതിയും. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഞാൻ ഇതാ ഖേദിച്ചു മടങ്ങുന്നു. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുക. ഇമാമായി നിസ്കരിക്കുന്നവൻ ദുആ തനിക്ക് മാത്രമാക്കരുത്. ഒരാൾ ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നത്, എന്നാൽ അല്ലാഹുമ്മ ഹ്ദിനി, എന്നെ നീ നിർമാർഗത്തിലാക്കണേ എന്ന് പറയരുത്. അവിടെ അവൻ പറയേണ്ടത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, പടച്ചവനെ ഞങ്ങളെ നീ നിർമാർഗത്തിലാക്കണേ തമ്പുരാനെ. വഅഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖളൈത് ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഉസ്സു മൻ ആദൈത് തബാറക്ത റബ്ബനാ വതആലൈത ഫലകൽ ഹംദു അലാ മാ ഖളൈത് നസ്തഗ്ഫിറുക വനതൂബു ഇലൈക. അങ്ങനെയാ ചൊല്ലേണ്ടത്, ബഹുവചനം. ഇനി അവൻ ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക എന്ന് വരെ കേൾക്കുന്ന സമയത്ത് മഅ്മൂം വളരെ കൃത്യമായി അതിന് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്നുകൂടി പറയാം, ഇമാമായി നമസ്കരിക്കുന്ന ആള് ബഹുവചനമായി ദുആ ചെയ്യും. അയാൾ ദുആ ചെയ്യുന്നത് ഇപ്രകാരമായിരിക്കും: അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അപ്പോൾ മഅ്മൂം ആമീൻ എന്ന് പറയണം. വഅഫിനാ ഫീമൻ ആഫൈത്, ആമീൻ. വതവല്ലനാ ഫീമൻ തവല്ലൈത്, ആമീൻ. ഈ ആമീൻ എന്ന് പറയുന്നത് മഅ്മൂമീങ്ങളാണ്. അങ്ങനെ പ്രാർത്ഥനാ വചനങ്ങളിൽ മഅ്മൂം ആമീൻ പറയുക, ഇമാമ് ബഹുവചനമായി ഉച്ചരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് കുനൂത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് റമദാൻ മാസത്തിലെ വിത്ർ നമസ്കാരത്തിൽ അഥവാ തറാവീഹിനോടനുബന്ധിച്ച് നാം വിത്ർ നമസ്കരിക്കുമ്പോൾ അവസാനത്തെ റക്അത്തിലെ എഴുത്തിദാലിലും ഇത് ഓതാറുണ്ട്. സാധാരണ സുബഹി നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലെ എഴുത്തിദാലിൽ കുനൂത്ത് ഓതൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് സുബഹി നമസ്കാരവും മറ്റു നമസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും കാര്യമായാൽ സാധാരണ ഒരാൾക്ക് നമസ്കരിക്കാൻ ഈ വിവരണം കൊണ്ട് സാധ്യമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ശ്രദ്ധിച്ച് പഠിച്ച് നമസ്കാരം സൂക്ഷിച്ച്, മാത്രമല്ല ഈ നിസ്കരിക്കുന്ന രീതി കണ്ട് ഇഫ്തിറാഷിന്റെ ഇരുത്തവും തവറുക്കിന്റെ ഇരുത്തവും അതുപോലെ തന്നെ സുജൂദിൽ വെക്കേണ്ട അവയവങ്ങൾ എങ്ങനെ വെക്കുന്നു എന്നെല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം കാര്യം കൈകാര്യം ചെയ്യാൻ. അല്ലാതെ അശ്രദ്ധമായി കാലും കയ്യും ഇട്ടടിച്ചുകൊണ്ടുള്ള കേവല വ്യായാമം കൊണ്ട് ഒരിക്കലും നമസ്കാരമായി മാറുന്നില്ല. നമസ്കാരം ബാത്തിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൂടി ഇതോടെ ചേർത്ത് പറയുമ്പോഴേ നമ്മുടെ നമസ്കാരം നിഷ്ഫലമാകുന്നതിന്റെ ഗൗരവം നാം മനസ്സിലാക്കൂ. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും നാം ബോധവാന്മാരായിരിക്കണം. ഒഴിവ് കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാള് നിസ്കാരത്തിൽ രണ്ടക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. യാതൊരു ഒഴിവ് കഴിവുമില്ല, ഒരു കാര്യവുമില്ലാതെ വെറുതെ രണ്ടക്ഷരം പറയുക,
അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരം, അറബി വാചകം ഒക്കെ നീ സൂക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വാക്കോ അക്ഷരം ഒന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. ചിരി, കരച്ചിൽ, ഒച്ചയനക്കൽ, ഊതുക, അതുപോലെ തന്നെ കോട്ടുവായിടൽ മുതലായവ രണ്ടക്ഷരം വ്യക്തമാകുന്ന വിധത്തിൽ ഒരാൾ ചെയ്താൽ അവന്റെ നിസ്കാരം ബാത്തിലാവും. ഒരാൾ ഊതി, രണ്ടക്ഷരം വ്യക്തമാകുന്ന വിധത്തിൽ അത് ഊതി, അല്ലെങ്കിൽ ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു, ഇതുകൊണ്ടൊക്കെ നിസ്കാരം ബാത്തിലാവും. ഒച്ചയനക്കാതെ ഫാത്തിഹ ഓതാൻ ഒരാൾക്ക് കഴിയാതെ വന്നു, രണ്ടക്ഷരം വ്യക്തമാകുമെങ്കിൽ കൂടി ഒച്ചയനക്കാവുന്നതാണ്. കാരണം ഫാത്തിഹ ഓതാൻ വേണ്ടി അവന്റെ കണ്ഠശുദ്ധി വരുത്താൻ വേണ്ടിയാണത്. എന്നാൽ ഉച്ചത്തിൽ ഓതാൻ വേണ്ടി കണ്ഠശുദ്ധി വരുത്താൻ അങ്ങനെ ഒരു ശബ്ദം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഉച്ചത്തിൽ ഓതാൻ അനിവാര്യമുള്ള കാര്യമല്ലാത്തത് കൊണ്ട്, ഫാത്തിഹ ഓതൽ അനിവാര്യമായതുകൊണ്ട് അതിനുവേണ്ടി ശബ്ദം വരുന്നില്ലെങ്കിൽ അവൻ അല്പം കണ്ഠശുദ്ധി വരുത്താവുന്നതാണ്. പല്ലുകൾക്കിടയിൽ നിന്ന് എന്തെങ്കിലും മാംസത്തിന്റെ കഷ്ണമോ ഭക്ഷണത്തിന്റെ അവശിഷ്ടമോ വന്നു, അതങ്ങ് വിഴുങ്ങിയാൽ അവന്റെ നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിൽ പെടാത്ത ഒരു പ്രവൃത്തി മറന്നുകൊണ്ടാണെങ്കിലും 3 തവണ തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിൽ പെടാത്തൊരു പ്രവൃത്തി എന്താവട്ടെ, അത് മറന്നുകൊണ്ട് ചെയ്താലും ശരി, നിസ്കാരത്തിന്റെ റുക്കുവോ സുജൂദോ ഒന്നും അല്ലാത്ത ഒരു പ്രവൃത്തി അവൻ മറന്നുകൊണ്ട് ചെയ്തതാണ്, അങ്ങനെ ചെയ്താൽ പോലും 3 തവണ തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. ഉദാഹരണമായി ഇങ്ങനെ 3 തവണ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് മാന്തുകയോ മറ്റു പ്രവർത്തനങ്ങളോ ചെയ്തു, 1 തവണ ചെയ്താൽ വ്യത്യാസമില്ല. 3 തവണ തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ നിയ്യത്തിൽ ഒരാൾ സംശയിച്ചു, നിയ്യത്തിൽ സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ ഇന്ന കാര്യമുണ്ടായാൽ ഞാൻ നിസ്കാരം മുറിക്കും എന്നവൻ നിയ്യത്തിൽ തന്നെ കരുതി. ഉദാഹരണം, റെയിൽവേ സ്റ്റേഷനിൽ നിസ്കരിക്കുന്നു, ട്രെയിൻ നിർത്തിയിരിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പത്രമോ മറ്റോ വിരിച്ച് നിസ്കരിക്കുന്നു, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്താൽ നിസ്കാരം നിർത്തും എന്നവൻ തുടങ്ങുമ്പോൾ തന്നെ കരുതി. എന്നാൽ ആ നിസ്കാരം നേരത്തെ ബാത്തിലായി. ഒരിക്കലും അങ്ങനെ നിസ്കരിച്ചുകൂടാ. എന്നപോലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റോപ്പിലോ നിസ്കരിക്കുന്നു, ബസ് വന്നാൽ അല്ലെങ്കിൽ ട്രെയിൻ വന്നാൽ ഞാൻ നിസ്കാരം മുറിച്ച് ട്രെയിനിൽ കയറും, അതുവരെയുള്ള നിസ്കാരമേ ഉള്ളൂ. ഒരിക്കലും ആ നിസ്കാരം ശരിയല്ല. അവൻ മുറിക്കുമെന്ന നിബന്ധനയോടുകൂടി നമസ്കാരം തുടങ്ങിയാൽ ആ നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ ബാത്തിലായിരിക്കുന്നു. 3 അടി നടക്കുമ്പോൾ 3 അടി തുടർച്ചയായി നടക്കുക. ചാട്ടം പോലെയുള്ള അതിര് കവിഞ്ഞ പ്രവർത്തനം 1 തവണ മാത്രം ചെയ്യുക, എന്നാലും നിസ്കാരം ബാത്തിലാവും. 3 അടി നടന്നാലും ഒരൊറ്റ ചാട്ടം അങ്ങോട്ട് ചാടിയാലും നിസ്കാരം ബാത്തിലാവും. എന്നാൽ 2 അടി നടക്കുക, രണ്ടാമത്തേതും ആദ്യത്തേതും തമ്മിൽ ബന്ധമില്ലാത്ത വിധം ഇടവിട്ട് നടക്കുക. 1 നടന്നു, നിന്നു, 1 അടി വെച്ചു, പിന്നെയും നിന്നു, ആദ്യത്തേതും മറ്റൊന്നും തമ്മിലൊരു ബന്ധവുമില്ല. ആ രീതിയിലാണെങ്കിലും ശരി, അധിക പ്രവർത്തനം കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. കാരണം രണ്ടും തമ്മിൽ ബന്ധമില്ലാത്തതുകൊണ്ട്. ഇങ്ങനെയാണ് നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്നതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമസ്കാരത്തിനിടയിൽ വുളൂ മുറിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. നിസ്കാരത്തിനിടയിൽ വുളൂ മുറിഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലായി. പിന്നെ പോയി വുളൂ ചെയ്ത് നമസ്കാരം ആദ്യം മുതലേ നിർവഹിക്കണം. അത് ഇമാമാണെങ്കിലും ശരി, മഅ്മൂമാണെങ്കിലും ശരി, ഒറ്റക്ക് നമസ്കരിക്കുന്നവരാണെങ്കിലും ശരി. ഇതാണ് നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. ഇവ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ നമസ്കാരം നിഷ്ഫലമായി പോകും. എന്നതുപോലെ ഔറത്ത് വെളിവായ നമസ്കാരമില്ല. ഔറത്ത് മറക്കൽ, നമ്മുടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തുണിയിൽ വമ്പിച്ച ഒരു ദ്വാരം കണ്ടു, ആ ദ്വാരത്തിലൂടെ തൊലിയുടെ നിറം കാണുന്നു, നമ്മുടെ നമസ്കാരം നിഷ്ഫലമാണ്. അല്ലെങ്കിൽ നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നജസ് കണ്ടു, രക്തം അല്ലെങ്കിൽ വൃത്തികെട്ട എന്തെങ്കിലും മാലിന്യ വസ്തു നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവന്റെ നിസ്കാരം നിഷ്ഫലമാണ്. അതൊക്കെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ നമസ്കാരം നിർവഹിക്കാൻ. ഒരു ദിവസത്തിൽ 5 വക്താണ് നിസ്കാരം, അറിയാമല്ലോ. 5 വക്ത് നമസ്കാരം. ഇതിൽ ഒന്നാമത്തേത് സുബഹി നമസ്കാരമാണ്. ഇത് 2 റക്അത്താണ്. നിസ്കാര സമയങ്ങൾ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് ഇന്ന് കലണ്ടറുകളിലൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതിനാൽ സുബഹയുടെ സ്റ്റാർട്ടിംഗ് ടൈം, അതിന്റെ അവസാനിക്കുന്ന സമയം, അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം കിതാബുകളിൽ പറഞ്ഞൊരു വ്യാഖ്യാനം ഇപ്പോൾ ആർക്കും ആവശ്യമില്ല. കാരണം ഈ നമസ്കാരങ്ങളുടെ ഒക്കെ സമയം കലണ്ടറിൽ കൃത്യമായി സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആവശ്യമില്ലാത്തത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റൊന്ന് ളുഹ്ർ നമസ്കാരമാണ്, അത് 4 റക്അത്താണ്. പിന്നെ അസർ നമസ്കാരം, അത് 4 റക്അത്ത്. പിന്നെ മഗ്രിബ് നമസ്കാരം, അത് 3 റക്അത്ത്. ഇങ്ങനെ ഇശാ നമസ്കാരം 4 റക്അത്ത്. ഇങ്ങനെ 5 വക്താണ് നമസ്കാരമുള്ളത്. ഈ 5 വക്ത് നമസ്കാരം അതിന്റെ റക്അത്തുകൾ കണക്കാക്കി കൃത്യമായി അതാതിന്റെ സമയത്ത് ഖളാ ആകാതെ നമസ്കരിക്കണം. ഓരോ നമസ്കാരവും സമയമായ ഉടനെ ആദ്യത്തെ വക്തിൽ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. വൈകിക്കരുത്, അവസാന സമയം വരെ ഉണ്ടെന്ന് കരുതി വൈകിക്കരുത്. ഓരോ നമസ്കാരത്തിന്റെയും അവസാന സമയം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഒരു നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് അവസാനിക്കുക എന്ന് മനസ്സിലാക്കണം. എങ്കിലേ ആ നമസ്കാരം അദാ ആയി നിർവഹിക്കാൻ പറ്റൂ. സമയത്തെ വിട്ട് ബന്ധിക്കാൻ പാടില്ല. ഖളാ ആക്കിയാൽ ശിക്ഷ ലഭിക്കും എന്ന ഗൗരവം ഓർക്കുകയും വേണം. ഒരാൾക്ക് മലമൂത്ര വിസർജനത്തിന് ആവശ്യമുണ്ടായി, എന്നതുപോലെ നല്ല വിശപ്പുള്ള സമയമാണ്, ഭക്ഷണം അവിടെ വന്നിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് അവൻ നിസ്കരിക്കുന്നതല്ല നല്ലത്. അവൻ ഭക്ഷണം കഴിക്കുക, എന്നതുപോലെ തന്നെ മലമൂത്ര വിസർജനം നിർവഹിച്ച് വുളൂ ചെയ്യുക, അത് ചെയ്തതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. അഥവാ
ആവശ്യ പൂർത്തീകരണ ശേഷമാണ് അവൻ നമസ്കാരം നിർവഹിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമസ്കാരത്തിൽ നമ്മൾ ചെയ്തുകൂടാത്ത ചില പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് നമസ്കാരം ബാത്തിലാവുന്ന പ്രശ്നമില്ലെങ്കിൽ പോലും ആ നമസ്കാരത്തിന്റെ പവിത്രതക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തനം, ഉദാഹരണം നിസ്കാരത്തിൽ വിരലുകൾ കോർക്കുക, വെറുതെ എങ്ങനെ വിരൽ കോർത്ത് പിടിച്ചോണ്ട് നിൽക്കുക, എന്നപോലെ ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കുക. ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല, പക്ഷെ ആവശ്യമില്ലാതെ എന്തിനു തിരിഞ്ഞു നോക്കണം നിസ്കാരത്തിൽ? എന്നതുപോലെ തന്നെ മേലോട്ട് കണ്ണുകൾ ഉയർത്തുക, സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്, വെറുതെ മേലോട്ട് നോക്കുക. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുവിലേക്ക് നോക്കുക, അങ്ങനെ ആ വസ്തുവിലേക്ക് നോക്കാതിരിക്കലാണ് സുന്നത്ത്. എന്നതുപോലെ തന്നെ വസ്ത്രം ചുരുട്ടി വെക്കുക, റുക്കൂയിൽ അതിര് കവിഞ്ഞ് തല കുനിക്കുക, ഊരക്ക് കൈ കൊടുക്കുക, അലസത കാണിക്കുക, ഇവയെല്ലാം